നമസ്കാരം. ഇതൊരു മോട്ടിവേഷൻ ക്ലാസ് ആയിട്ടൊന്നും ആരും കാണണ്ട. എന്നാലും 10ാം ക്ലാസ് കഴിഞ്ഞ എൻ്റെ കുഞ്ഞ് അനുജന്മാർക്കും അനുജത്തിമാർക്കും ഒരു അഡ്വൈസായിട്ട് മാത്രം കണ്ടാൽ മതി. 10ാം ക്ലാസ്സിൽ എല്ലാവരും നല്ല മാർക്കോടും അല്ലെങ്കിൽ കുറഞ്ഞ മാർക്കോടും ഒക്കെ പാസ്സായിട്ടിരിക്കുന്നവരാണ്. ഇനി എന്ത് ചെയ്യണമെന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മുന്നിലുണ്ട്. ഈ ചോദ്യത്തിന് മറുപടി പലപ്പോഴും നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ളവരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നവരായിരിക്കും. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വ്യക്തിപരമായ ഒരു അഭിപ്രായം പലപ്പോഴും കാണാൻ സാധ്യത കുറവാണ്. അത് നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യം ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ആ തീരുമാനത്തിൻ്റെ മറുപടി നിങ്ങൾ തന്നെയായിരിക്കണം. നിങ്ങളുടെ മുന്നിലുള്ളത് 2 ചോയ്സാണ്. ഒന്നിൽ സയൻസ് എടുക്കുക, അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കുക. ഈ സയൻസ് എടുക്കുന്നത് കൊണ്ട് എല്ലാവരും വിചാരിക്കുന്നത് ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം, അങ്ങനെയുള്ള ചിന്താഗതിയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. അല്ല, സയൻസ് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരുപാട് കോഴ്സുകൾ ഇന്ന് നിലവിലുണ്ട്. അത് പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സയൻസ് എടുക്കുന്നത് പഠിക്കുവാൻ ഈസി അല്ല, കുറെ ടഫാണ്. മാത്സ് ഒക്കെ ഉണ്ടായതുകൊണ്ട് കുറെ ബുദ്ധിമുട്ടാണ് പഠിക്കുന്ന കാര്യത്തിൽ. അത് പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ +2 സയൻസ് തന്നെ എടുക്കുക. സയൻസ് എടുത്തതിന് ശേഷം ഒരു കാരണവശാലും പിന്നെ ഡിഗ്രിയിലേക്ക് വരുമ്പോൾ അത് കൊമേഴ്സിലേക്ക് മാറാൻ ശ്രദ്ധിക്കരുത്. മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്ലാനിങ് അതോടുകൂടി തീരും. പിന്നെ നിങ്ങൾ ഒന്നേന്ന് തുടങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. സയൻസ് എടുക്കുന്നവരുടെ എല്ലാവരെയും ഒരു ചോദ്യമാണ്, എന്തിനാ ഇതിന് പോകുന്നില്ലെങ്കിൽ, ഡോക്ടറോ എഞ്ചിനീയറോ ഒന്നും പോകുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സയൻസ് എടുക്കുന്നതെന്നൊരു ചോദ്യം ഉണ്ടാവും. പലപ്പോഴും നിങ്ങൾ ആ ചോദ്യം കേട്ടിട്ടുണ്ടാവും. സയൻസ് എടുക്കുന്നത് കൊണ്ട് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, അത് ഡോക്ടറാകാനും എഞ്ചിനീയർ ആകാനും മാത്രമല്ല, അതിന് പിന്നിൽ ഒരുപാട് കോഴ്സുകൾ നിങ്ങൾ അറിയാതെ ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങൾ ഒരു സയൻറ്റിസ്റ്റ് ആകണോ, അല്ലെങ്കിൽ ഒരു IT മേഖലയിൽ പ്രവർത്തിക്കണോ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിൽ തന്നെ ഡോക്ടർ അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് ഇതിനുകൊണ്ട് സാധിക്കും. അതുകൊണ്ട് സയൻസ് എടുക്കുന്നവരെ അത് ആലോചിച്ച് എടുക്കാൻ ശ്രമിക്കുക. ഇനി കൊമേഴ്സ് എടുക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ സയൻസ് പരമായ കാര്യങ്ങളിലേക്കൊന്നും പോകാൻ താല്പര്യമില്ല, കലാപരമായി, രാഷ്ട്രീയപരമായി, അല്ലെങ്കിൽ മീഡിയപരമായി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കുറെ കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൊമേഴ്സ് എടുത്താൽ മതി. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. കൊമേഴ്സ് എടുക്കുന്നത് കൊണ്ട് അതൊരു പോരായ്മയല്ല. കൊമേഴ്സ് എടുക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മേഖലയിലേക്ക് എത്തിവരുവാനുള്ള ഒരു സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വളരെ ആലോചിച്ച് വേണം നിങ്ങളുടെ അടുത്ത കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാൻ. വളരെ ആലോചിക്കണം ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. സയൻസ് എടുക്കുന്നവർ സയൻസ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പഠിക്കുവാൻ പോവുക. കൊമേഴ്സ് എടുക്കുന്നവർ കൊമേഴ്സിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ട ഇനി എന്ത് ചെയ്യണം എന്നുള്ളത്. ചോയ്സ് നിങ്ങളുടെ കയ്യിലാണുള്ളത്. ആ ചോയ്സ് വേണ്ട രീതിയിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സെലക്ഷൻ പരാജയപ്പെടത്തില്ല. ജീവിത അനുഭവമാണ് മറ്റുള്ളവർ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അത് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. താങ്ക് യു.